ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കുകയോ ഭക്ഷണത്തിൽ ചോറിന്റെ അളവ് കുറയ്ക്കുകയോ ചെയ്താൽ വണ്ണം കുറയുമെന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ആ ധാരണ തീർത്തും തെറ്റാണ്. ഒരു 30 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം കുറയും. ആ ഒരു സമയത്ത് ഭക്ഷണത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ക്ഷീണം സംഭവിക്കുകയും നമ്മുടെ എനർജി ലെവൽസ് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു സമീകൃത ആഹാരമാണ് എപ്പോഴും വെയിറ്റ് കൺട്രോളിനും ആരോഗ്യത്തിനും അത്യാവശ്യം. നമ്മുടെ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പകുതി ഭാഗമെങ്കിലും വെജിറ്റബിൾ അഥവാ ഫൈബർ അത്യാവശ്യമാണ്. കുറച്ച് ഭാഗം പ്രോട്ടീൻ നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ്. ഫൈബറിന്റെയും പ്രോട്ടീന്റെയും അളവ് കൂടുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറയുക തന്നെ ചെയ്യും. എന്നാൽ എല്ലാവരിലും ഇത് ചെയ്യേണ്ടത് ഒരേപോലല്ല. ഒരാളുടെ പ്രായം, അവർക്കുള്ള അസുഖങ്ങൾ, അവരുടെ ഡയറ്ററി പ്രിഫറൻസസ്, അവർക്ക് എന്തെങ്കിലും ഫുഡ് അലർജീസ് ലൈക്ക് ഗ്ലൂട്ടനോ അല്ലെങ്കിൽ പാലോ അങ്ങനെ എന്തെങ്കിലും അലർജൻ ഉണ്ടോ എന്നുള്ളതെല്ലാം നോക്കിയിട്ട് വേണം ഒരു ക്വാളിഫൈഡ് ഡയറ്റീഷ്യനും ഒരു എൻഡോക്രിനോളജിസ്റ്റും ചേർന്ന് വേണം ഒരാൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഏത് രീതിയിൽ ഏതൊക്കെ സമയങ്ങളിലായി കഴിക്കണം എന്ന് തീരുമാനിക്കാൻ. അങ്ങനെ ഒരു മെഡിക്കൽ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ വെയിറ്റ് കൺട്രോൾ നമുക്ക് സാധ്യമാവുകയുള്ളൂ.